നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗ്രോ വാസുവിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മലയാളിക്ക് ഗ്രോ വാസു എന്നാൽ വിപ്ലവത്തിന്റെ യൗവനം തന്നെയാണ്. അതിനി 95 വയസ്സായാലും 100 വയസ്സായാലും ആ വിപ്ലവത്തിന്റെ യൗവനത്തിന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ മറ്റൊന്നാണ്. മനുഷ്യാവകാശ പോരാട്ടത്തിലൂടെ തണൽ ഒരുക്കുന്ന വാസുവേട്ടൻ ഇപ്പോൾ ജീവിതത്തിൽ കുടകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. സമരമൊഴിയാത്ത വിപ്ലവ ജീവിതത്തിന് 95 വയസ്സായെങ്കിലും പഴകും തോറും വീര്യമേറുന്ന വിപ്ലവ പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. സമരമായാലും സ്വയം പര്യാപ്തതയുടെ വഴിയായാലും ഗ്രോ വാസുവേട്ടന് വിശ്രമമില്ലാത്ത ദിവസങ്ങൾ തന്നെയാണ്. വാസുവേട്ടൻ കുടകളിലൂടെ തണൽ ഒരുക്കുന്ന തിരക്കിലാണിപ്പോൾ. ജയിലിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ജോലി നഷ്ടമായി. ആരും ജോലി തരുന്നില്ല എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റുകാർ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചുവെന്നും ഗ്രോ വാസു പറയുകയാണ്. ആദർശ രാഷ്ട്രീയം പിൻപറ്റുമ്പോൾ വിയർപ്പാണ് മൂലധനം. വാസുവേട്ടന്റെ തൊഴിലാളി വർഗ സിദ്ധാന്തവും അതുതന്നെയാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മറ്റുള്ളവരുടെ കണ്ണീരൊപ്പിയപ്പോൾ ബാക്കിയായത് കടങ്ങൾ. നക്സൽ കേസിലെ ജയിൽവാസത്തിന് കിട്ടിയത് അവഗണനയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ആളുകൾക്ക് വർത്തമാനം പറയാൻ വരെ മടിയായിരുന്നുവെന്നും ഗ്രോ വാസു പറയുകയാണ്. എന്നാൽ സമീപകാലത്തെ ജയിൽവാസം വാസുവേട്ടൻ കുട വിൽപ്പനയിൽ അടക്കം സഹായകരമായി. ഇപ്പോൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകുമ്പോൾ സെൽഫി എടുക്കാൻ ആളുകളുടെ തിരക്കാണ്. കുട ആവശ്യപ്പെട്ട് രാവിലെ മുതൽ വിളി വരുന്നുണ്ടെന്നും ഗ്രോ വാസു പറയുന്നുണ്ട്. കുട നിർമ്മാണത്തിന് വാസുവേട്ടന്റെ സഹായം സഹോദരിയുടെ കുടുംബമാണ്. കോഴിക്കോട് പൊറ്റമലയിലുള്ള വാസുവേട്ടന്റെ കടയിൽ നിന്ന് നേരിട്ട് മാരിവിൽ കുടകൾ വാങ്ങാം. കുടയുടെ ചിഹ്നത്തിനുമുണ്ട് രാഷ്ട്രീയം. ആവശ്യക്കാർക്ക് കുട കൊറിയർ ചെയ്തും നൽകുന്നുണ്ട്. ഗൂഗിൾ പേ വഴി പൈസ അടച്ച് മേൽവിലാസം അയച്ചാൽ മാത്രം മതിയാകും. എന്തായാലും പിണറായി വിജയനോടുള്ള അദ്ദേഹത്തിന്റെ വിപ്ലവ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ വിപ്ലവ ദേശീയത്തിനോ ഒന്നും ഒരു കുറവും വന്നിട്ടില്ല ഇപ്പോഴും. പക്ഷേ സ്വന്തം കാര്യത്തിന് സ്വന്തം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തന്നെ ധരിക്കണമെന്ന വാശിയും ആവേശം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളത്.